കപ്പൽ അപകടത്തിൽ MSC എൽസയ്ക്കെതിരെ കേന്ദ്രവും കടുത്ത നടപടിയിലേക്ക്. കപ്പലിനെതിരെ DG ഷിപ്പിംഗ് നിയമ നടപടിക്ക് ഒരുങ്ങുകയാണ്. കേസ് ഫയൽ ചെയ്തേക്കും. മാൻഹായ് അപകടത്തിലും പ്രാഥമിക അന്വേഷണം നടത്തും. മെർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരമായിരിക്കും കേസെടുക്കുക. പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം കോടതിയെ സമീപിക്കും. ജിജീഷ് കരുണാകരൻ നൽകും കൂടുതൽ വിവരങ്ങൾ. ജിജീഷ്, വിശദാംശങ്ങൾ. ഷിപ്പിംഗ് കമ്പനിയുടെ വീഴ്ചകളിൽ കടുത്ത നടപടി എന്ന നിലയിലേക്ക് തന്നെയാണ് ഷിപ്പിംഗ് മന്ത്രാലയം നീങ്ങുന്നത്. കാരണം നിശ്ചിത സമയത്തിനുള്ളിലും അവിടെ എണ്ണ ചോരുന്നതടക്കമുള്ള നടപടികൾ അത് തടയാനോ തുടർ നടപടികളിലേക്ക് കടക്കാനോ ഷിപ്പിംഗ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കപ്പൽ കമ്പനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന കാര്യം തന്നെയാണ് ഷിപ്പിംഗ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് നേരത്തെ നടന്ന മെയ് 24 നടന്ന അപകടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കടുത്ത നടപടിയിലേക്ക് തന്നെ MSC എൽസ കമ്പനിക്കെതിരെ നീങ്ങിയിരിക്കുന്നത്. മാത്രമല്ല, വാൻഹായ് അപകടത്തിലും വിശദമായ ഒരു അന്വേഷണം നടത്തി തുടർ നടപടികളെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ട് കേന്ദ്ര ഷിപ്പിംഗ് മന്ത്രാലയം. മെർച്ചന്റ് ഷിപ്പിംഗ് നിയമപ്രകാരം കേസെടുക്കാമെന്നൊരു നിയമോപദേശമാണ് ഇതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരിക്കുന്നത്. അതനുസരിച്ചായിരിക്കും തുടർ നടപടികളിലേക്ക് കടക്കുക. അതിന് എറണാകുളം അഡീഷണൽ സെഷൻസ് കോടതിയെ സമീപിച്ചുകൊണ്ട് മറ്റു നടപടികൾ കോടതിയുടെ കൂടി അനുമതിയോടെയായിരിക്കും തുടരുക എന്ന കാര്യമാണ് ഷിപ്പിംഗ് മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ബന്ധപ്പെട്ട കോടതി എന്ന നിലയിലാണ് ഇതുമായി കൊച്ചി തീരത്ത് നടന്ന ഒരു അപകടം. അതുകൊണ്ട് തന്നെ ബന്ധപ്പെട്ട കോടതിയിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് തുടർ നടപടിയിലേക്ക് നീങ്ങാനാണ് പോകുന്നത്. MSC എൽസയ്ക്ക് ഗുരുതരമായ വീഴ്ചയാണ് സംഭവിച്ചത് എന്ന കാര്യം ഷിപ്പിംഗ് മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുന്നു. അവശിഷ്ടങ്ങൾ മാറ്റുന്നതിൽ വീഴ്ചയുണ്ടായി. ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും നടപടി ഉണ്ടായില്ല. നടപടികൾ വഹിച്ചാൽ ക്രിമിനൽ കേസ് എടുക്കുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി ഇക്കാര്യത്തിൽ നൽകിയിട്ടുണ്ട്. കപ്പൽ അപകടം ഇന്ത്യൻ തീരത്തെയും കപ്പൽ ആവാസ വ്യവസ്ഥയെയും തന്നെ വലിയ തോതിൽ ബാധിച്ചു എന്ന കാര്യം ഇക്കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കുകയും ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ജിജീഷ് കരുണാകരനാണ് വിവരങ്ങൾ നൽകിയത്.